കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമാകുന്ന നല്ല പ്രഭാതം കണ്ടുണരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ആ ദൈവത്തിന് ഞാൻ പ്രാരംഭമായി നന്ദി കരയറ്റുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ ഞാൻ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് വചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വസ്തനായ കൂട്ടുകാരൻ. അതിനെ ആസ്പദമാക്കി തിരുവചനത്തിൽ നിന്നൊരു വേദവാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 14:12. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും സ്വർഗത്തിൽ പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നവരാണ്. എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഈ ഭൂമിയിൽ വളരെയധികം ദൈവത്തിന് സ്തോത്രം വളരെ സന്തോഷത്തോടുകൂടെയും അധ്വാനിച്ചും കർത്താവിന്റെ വേലകൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും. സ്തോത്രം. ഇന്ന് ദൈവത്തെ അനവധി ദൈവങ്ങളെ ആരാധിക്കുന്നതായ മനുഷ്യരുണ്ട്. ചിലര് ദൈവത്തെ ആരാധിക്കുന്നു, ഭൂമിയിലാണ് സ്വർഗവും നരകവും ഒക്കെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അങ്ങനെ ജീവിതം മുൻപോട്ട് കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ചിലര് പറയുന്നു, നമ്മുടെ കർത്താവ് വരും, കർത്താവിനോടുകൂടെ ഞങ്ങൾ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ നഗരമാകുന്ന ആ ഭവനത്തിൽ ഞങ്ങൾ പാർക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ദൈവം പണികഴിച്ച ഭവനത്തിൽ പാർക്കുവാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രമാണമാകുന്ന ദൈവത്തിന്റെ കൽപ്പനയാകുന്ന ആ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാര്. അപ്പോൾ ആരാണ് വിശുദ്ധന്മാര്? ദൈവകൽപ്പന അനുസരിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധന്മാർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ നാം നമ്മുടെ കൂട്ടുകാരനെ നാം സ്നേഹിക്കുമ്പോൾ, നാം ആ കൂട്ടുകാരനെ അധികമായി സ്നേഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായ വാക്കുകൾ നാം വിശ്വസിക്കുവാനിടയായി തീരും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൻ്റെതായിരിക്കുന്ന ആഴത്തിൽ നാം ഇറങ്ങി പഠിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ ഒരു വ്യക്തികൾ പോലും നമ്മെ സ്നേഹിച്ചിട്ടില്ല. ദൈവം നമ്മെ ആശ്വസിപ്പിച്ചതുപോലെ ഒരു മാനുഷിക വാക്കുകളും നമ്മളെ ആശ്വസിപ്പിച്ചില്ല. ഇവിടെ പറയുന്നു, മനുഷ്യന്റെ വാക്കുകൾ നിന്നെ തളർത്തുമ്പോൾ ദൈവത്തിന്റെ വാക്ക് നിന്നെ ബലപ്പെടുത്തുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവകൽപ്പനയെ നമ്മൾ അനുസരിച്ചുകൊണ്ട് ആ വിശ്വാസം കാത്തു പരിപാലിച്ചുകൊണ്ട് ഒരു വിശുദ്ധനായി ജീവിക്കുകയും അവരുടെ കർത്താവിന് വേണ്ടി സഹിഷ്ണുതയോടെ ദൈവത്തിന് സ്തോത്രം നിൽക്കുന്നവരെ കൊണ്ടാണ് എന്റെ കർത്താവിന് അല്ലെങ്കിൽ എന്റെ തമ്പുരാന് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അനേക മനുഷ്യർ, നമുക്ക് നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കാം, നമ്മൾ വിശ്വസിക്കാവുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അവരൊക്കെ പല സാഹചര്യങ്ങളിൽ നമ്മെ തള്ളുമ്പോൾ ഇവിടെ തള്ളാത്തൊരു ദൈവം, അവൻ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് അവന്റെ സ്നേഹത്തിന് ആഴമില്ല, വീതിയില്ല, അളവില്ല. കാരണം എന്റെ യേശു നമ്മെ സ്നേഹിച്ചത് കാൽവറിയുടെ കുലക്കളത്തിലാണ്. എന്തിനു വേണ്ടി? മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി. ദൈവത്തിന് സ്തോത്രം. യേശു നമ്മുടെ മുമ്പിൽ സ്നേഹം, ദൈവത്തിന് സ്തോത്രം, മരണത്തിൽ കൂടെ പ്രദർശിപ്പിച്ച് കാണിക്കുന്നത് അതുപോലൊരു വ്യക്തി ഈ ചരിത്രത്തിൽ, ഈ ലോകത്തിൽ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് സാധിക്കുന്നത് ഒരു നല്ല ശമരിയക്കാരനെ പറ്റി പറയുന്നു. ഒരു നല്ല ശമരിയക്കാരൻ, നമുക്കറിയാം, കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അർത്ഥപ്രാണനായി മുറിവേറ്റു, വസ്ത്രങ്ങൾ കീറി അവന്റെ ശരീരമെല്ലാം മുറിവേറ്റ് അവശനിലയിൽ കിടക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി.
ആ വ്യക്തിയുടെ അടുത്തൂടെ കടന്നുപോയ ലേവ്യനും ഒരു പുരോഹിതനും കടന്നുപോയി. പക്ഷെ അവരെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് മുഖം തിരിഞ്ഞു പോയ ഒരു അനുഭവം വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന് സ്തോത്രം ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിന് സ്തോത്രം ഒന്നാമത്തെ ആള് വന്നു, രണ്ടാമത്തെ ആള് വന്നു. ഈ രണ്ടുപേരും ആളിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ മൂന്നാമതായി ഒരുവൻ കടന്നു വരുന്നു. അതാരാണ്? അവൻ നല്ല ശമരിയാക്കാരൻ. അവൻ മനസ്സലിവുള്ളവനാണ്, അവൻ സ്നേഹമുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ ആ വ്യക്തിയെ കണ്ടപ്പോൾ അവന്റെ അടുക്ക ചെന്ന് അവനോട് മനസ്സലിഞ്ഞു, അവനെ കോരിയെടുത്തു, അവന്റെ ശരീരങ്ങളെ കഴുകി എണ്ണ പൂശി ദൈവത്തിന് സ്തോത്രം അവനെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു വിടുകയില്ല, അടുത്തുള്ളതായിരിക്കുന്ന സത്രത്തിലെ കൊണ്ട് അവനെ ഏൽപ്പിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ആ 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഇതിലധികമായി വല്ലതും ചെയ്താൽ ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാണ് ദൈവത്തിൻ്റെതായ സ്നേഹം. യേശു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശുമരണം വരെയും അവൻ ഏൽക്കുവാനിടയായി തീർന്നു. കഷ്ടതയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, കൂട്ടുകാരിൽ പരമായി നമ്മെ സ്നേഹിക്കുന്നു. കൂട്ടുകാരനെ പോലെ അല്ല, കൂട്ടുകാരനപ്പുറമായി സ്നേഹിക്കുന്നത് ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, കൂട്ടുകാരിൽ പാരമായി തന്നെ പോറ്റുന്ന നല്ല പറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായി നമ്മെ സ്നേഹിക്കുന്ന, പെറ്റമ്മയിൽ അൻപുള്ള, അതിലും അൻപുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. ആ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് നമുക്ക് ഈ നാളുകളിൽ വേണ്ടത്. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു പെറ്റമ്മയിൽ അൻപ് ഉള്ളതായിരിക്കുന്ന ഒരു വ്യക്തി അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം പറഞ്ഞ കൽപ്പന പ്രകാരം നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. ദൈവം പറഞ്ഞതായിരിക്കുന്ന ദിവസത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് 4-ാമത്തെ ദിവസമാണ് ശബത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർ. അവരാണ് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സഹിഷ്ണുത കൊണ്ട് ഈ വിശുദ്ധന്മാരെ അവിടെയാണ് ആവശ്യം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഏത് ആരാധനയ്ക്ക് പോകുന്നതല്ല പ്രശസ്തി, ഏത് ആരാധന കൂടുന്നതല്ല, ഏത് ആരാധന നടത്തുന്നതല്ല പ്രശസ്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തിരുവചനമാകുന്ന ഈ പ്രമാണത്തിന്റെ ദൈവത്തിന് സ്തോത്രം വ്യവസ്ഥ പ്രകാരം ആര് ദൈവത്തെ ആരാധിക്കുന്നുവോ അവർ സ്വർഗത്തിൽ എത്തുവാനിടയായി തീരും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും പീഡകളുടെയും നടുവിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ട ഇടങ്ങളിലൊക്കെ യേശു നമ്മെ താങ്ങുവാനിടയായി തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 14:12 വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. അവര് സഹിഷ്ണുതയുള്ളവരാണ്, അവരെ ക്ഷമയുള്ളവരാണ്, അവര് വിശുദ്ധന്മാരാണ്, അവരെ വിശ്വാസം അവര് കാത്തു സൂക്ഷിക്കുന്നവരാണ്. എത്ര പ്രതികൂലങ്ങൾ ജീവിതത്തിൽ നേരിട്ടാലും അവരറിഞ്ഞ സത്യത്തിൽ ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ദൈവത്തിന് സ്തോത്രം അറിഞ്ഞ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ദൈവകൃപ ഈ നാളുകളിൽ നമുക്ക് പ്രാപിക്കാം. നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ മക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. യേശു നമുക്ക് വേണ്ടിയാണ് കാൽവരിയിൽ മരിച്ചത്. അവൻ നമുക്ക് വേണ്ടിയാണ് നിന്നെ അനുഭവിച്ചത്, അവൻ പരിഹാസമേറ്റത്, അവൻ ഏറ്റുവാങ്ങിയത്. ദൈവത്തിന് ഇതൊക്കെയും ഏറ്റുവാങ്ങിയത് ദൈവത്തിന് സ്തോത്രം നമുക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം, ക്രിസ്തുവിന്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാം. ഒരു വിശുദ്ധനായി ഒരു നല്ല വിശ്വാസം നടിച്ചുകൊണ്ട്, ഒരു നല്ല വിശ്വാസം നയിച്ചുകൊണ്ട്, ഒരു നല്ല വിശ്വാസത്തിൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട്, സഹിഷ്ണുത കൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഇന്ന് പ്രഭാതത്തിൽ കേട്ട എല്ലാ ദൈവമക്കളും ഒരു നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അത് അടിയന്റെ ജീവിതത്തിലും കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാൻ എന്റെ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.